അപ്പൊ ഇനി എന്തുകൊണ്ടാണ് ഷ്രിങ്ക് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് സ്വോളൻ ചെയ്യുന്നത് നമുക്ക് പഠിക്കണം. അപ്പൊ അതിനു വേണ്ടി ആദ്യം നമ്മൾ ഓസ്മോസിസ് എന്തായിരുന്നു എന്ന് അറിഞ്ഞിരിക്കണം. എനിക്ക് തോന്നുന്നു നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് ഓസ്മോസിസ്. പക്ഷെ എന്നാൽ നമുക്ക് പറയാം എന്തായിരുന്നു ഓസ്മോസിസ്. ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷനിലേക്ക് വാട്ടർ മോളിക്യൂൾസ് ട്രാവൽ ചെയ്യുന്നതാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് ജനറലി പറയാം. അതായത് ഏതൊരു സൊല്യൂഷനിലും ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷനിലേക്ക് വാട്ടർ മോളിക്യൂൾസ് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഓസ്മോസിസ് എന്ന് പറയും. ഈ ഓസ്മോസിസ് സംഭവിക്കുമ്പോൾ ഒരു സെല്ലിന് നമ്മൾ ഒരു മീഡിയം എടുത്തിട്ട് അതിലൊരു സെല്ലിനെ പ്ലേസ് ചെയ്യാണ്. ഈ സമയത്ത് എവിടെ നിന്ന് എവിടേക്ക് പോകുമ്പോഴായിരിക്കും സെല്ല് ഷ്രിങ്ക് ചെയ്യുക. നോർമലി നമ്മളൊരു ജനറൽ നോളേജ് വെച്ച് നമുക്ക് പറയാൻ പറ്റും, സെല്ലിൽ നിന്ന് വാട്ടർ കണ്ടന്റ് പുറത്തേക്ക് പോകുമ്പോഴല്ലേ സെല്ല് ഷ്രിങ്ക് ആവുക. അതായത് വെള്ളം വറ്റിയിട്ടല്ലേ സെല്ല് ഷ്രിങ്ക് ആവുക. അപ്പൊ എവിടെയായിരിക്കും ഹയർ കോൺസെൻട്രേഷൻ? ഡെഫിനറ്റ്ലി സെല്ലിന്റെ ഉള്ളിലായിരിക്കും ഹയർ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ. അപ്പൊ ഹയർ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ സെല്ലിന്റെ ഉള്ളിലാണ്. ആ ഉള്ളിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് പാസ് ചെയ്യുമ്പോൾ സെല്ല് ഷ്രിങ്ക് ആവുന്നു. ദാറ്റ് ഈസ് ദ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. ഇനി ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിലേക്ക് വരുമ്പോൾ മീഡിയത്തിൽ വെള്ളത്തിന്റെ കോൺസെൻട്രേഷൻ കൂടുകയാണ്. ഓക്കെ സ്റ്റുഡൻസ് മനസ്സിലാവുന്നില്ലേ? മീഡിയത്തിൽ എന്താണ്, വെള്ളത്തിന്റെ കോൺസെൻട്രേഷൻ കൂടുകയാണ്. അപ്പൊ ഈ സമയം എന്ത് സംഭവിക്കും? നമ്മുടെ മീഡിയത്തിൽ നിന്നും സെല്ലിന്റെ ഉള്ളിലേക്ക് വാട്ടർ കണ്ടന്റ് പിന്നെയും റഷ് ചെയ്ത് വരും. അതായത് മൈഗ്രേഷൻ ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. അപ്പൊ മീഡിയത്തിൽ നിന്ന് നമ്മുടെ സെല്ലിന്റെ ഉള്ളിലേക്ക് വാട്ടർ കണ്ടന്റ് കൂടി വരും. ഈ സമയത്ത് സെൽ എന്താവും? സ്വോളൻ അപ്പ് ചെയ്യും. അപ്പൊ ഇതാണ് ഹൈപ്പോട്ടോണിക് ആൻഡ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. കുട്ടികളെ നിങ്ങൾക്ക് മനസ്സിലായോ? ഹൈപ്പോട്ടോണിക്കിൽ എന്താ സംഭവിക്കുന്നത്? സെല്ല് ഷ്രിങ്ക് ചെയ്യുന്നു. ഹൈപ്പോട്ടോണിക്കിലേക്ക് വരുമ്പോൾ സെല്ല് സ്വോളൻ ചെയ്യുന്നു. അപ്പൊ ഹൈപ്പോട്ടോണിക്കിൽ എന്താണ്? സെല്ലിൽ നിന്നും മീഡിയത്തിലേക്ക് വാട്ടർ പോകുന്നു. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മീഡിയത്തിൽ നിന്ന് വാട്ടർ സെല്ലിന്റെ ഉള്ളിലേക്ക് വരികയാണ് ഹൈപ്പോട്ടോണിക്കിൽ. അപ്പൊ സെല്ല് എന്താവും? സ്വോളൻ ചെയ്ത് വരും. ഐ തിങ്ക് ദ ടോപ്പിക് ഈസ് ക്ലിയർ ഫോർ യു. ഓക്കെ.